വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ സ്പെഷ്യൽ മറ്റൊന്നുമല്ല, വളരെ ട്രഡീഷണലായി ഉണ്ടാക്കി വരുന്ന ഒരു റെസിപ്പിയാണ്. മറ്റൊന്നുമല്ല, കുറച്ച് അവലേസ് പൊടി. ഇതിനെ എല്ലാ സ്ഥലത്തും ഇങ്ങനെ തന്നെയാണോ പറയുന്നതെന്ന് അറിയില്ല. എന്തായാലും ഞങ്ങളുടെ നാട്ടിലൊക്കെ ഇതിനെ അവലേസ് പൊടി എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളിതൊന്ന് തയ്യാറാക്കാനുള്ള ഒരുക്കത്തിലാണ്. ഈ ഒരു റെസിപ്പി തയ്യാറാക്കുന്നതിന് വേണ്ടി ആദ്യം തന്നെ പച്ചരിയാണ് എടുക്കേണ്ടത്. ഞാനിത് 1/2 കിലോയോളം പച്ചരി എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് കുതിർത്തെടുത്തിട്ടുള്ളതാണ്. 5 മണിക്കൂറോളം കുതിർത്തെടുത്തിട്ടുള്ളതാണ്. അതിനുശേഷം വെള്ളം വാർന്നു പോയ ശേഷം ഇത്തിരി മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. പുട്ടിൻ്റെ പൊടിയുടെ ആ ഒരു പരുവത്തിന് വേണം ഇത് പൊടിച്ചെടുക്കാനായിട്ട്. ഇതൊന്ന് പൊടിച്ചെടുത്ത ശേഷം അരിപ്പയിലൂടെ ഒന്ന് അരിച്ച് എടുക്കാവുന്നതാണ്. ഈ ഒരു ഐറ്റം വളരെ കാലം കേടുകൂടാതെ നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റുന്നതായതുകൊണ്ട് തന്നെ ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ചധികം ഉണ്ടാക്കുന്നതാവും നല്ലത്. ഞാനിത് മറ്റൊരു പാത്രത്തിലേക്കൊന്ന് അരിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലെ കട്ടകളെല്ലാം ഒന്ന് കൈകൊണ്ട് ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതിയാവും, ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഞാനതിൽ വളരെ കുറഞ്ഞ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ആദ്യം തന്നെ ഒരുപാട് ഉപ്പ് ചേർത്ത് കൊടുക്കരുത്. ഇത് വറുത്ത് വരുമ്പോഴേക്കും ഉപ്പ് കൂടിപ്പോകും. അതിനുശേഷം ഇതിലേക്ക് ഞാൻ 2 തേങ്ങയാണ്, അത്യാവശ്യം വലിപ്പമുള്ള 2 തേങ്ങ പൊടിയായി ചിരകിയെടുത്തതാണ്, അതുകൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ചെറിയ ജീരകമാണ്. അതിനുശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് കറിവേപ്പിലയാണ്. കറിവേപ്പില കുറച്ചധികം ചേർത്ത് കൊടുക്കണം. ഈ ഒരു അവലേസ് പൊടിക്ക് നല്ല ടേസ്റ്റ് കിട്ടുന്നതിന് ഈ കറിവേപ്പില സഹായിക്കും. ഞാൻ കുറച്ചധികം കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കറിവേപ്പില ചേർത്ത ശേഷം ഇതിലേക്ക് കുറച്ച് എള്ളാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇങ്ങനെയുള്ള ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം തന്നെ ചേർത്ത് തയ്യാറാക്കുക. അപ്പോഴാണ് ഇത് കുറച്ചെങ്കിലും ഒരു ഹെൽത്തി റെസിപ്പിയായി മാറുന്നത്. ഇത് ഇത്രയും ഒന്ന് ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. തേങ്ങ ഞാൻ ഈ പറഞ്ഞതിൽ നിന്ന് കുറച്ചുകൂടെ കൂടുതൽ ചേർത്താലും കുഴപ്പമൊന്നുമില്ല. എന്തായാലും ചേർത്ത് കൊടുത്ത ശേഷം ഇതുപോലെ തന്നെ 2 കൈ ഉപയോഗിച്ച് നന്നായിട്ടിത് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. ആ ഒരു തേങ്ങാപ്പാലിൻ്റെ ടേസ്റ്റ് കൂടെ ഈ ഒരു മാവിലേക്കൊന്ന് അബ്സോർബ് ചെയ്യുന്ന രീതിയിൽ നന്നായിട്ടിത് ഒരു 10 മിനിറ്റ് സമയമെങ്കിലും എടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച ശേഷം ഇതുപോലെ തന്നെ ഒന്ന് അമർത്തി വെച്ച് അടച്ചു വെച്ച് കൊടുക്കാം. 1 മണിക്കൂറെങ്കിലും ഇതുപോലെ ഒന്ന് റെസ്റ്റ് ചെയ്യാനായി മാറ്റി വെക്കണം. അതിനുശേഷം മാത്രം നമ്മളത് വറുത്ത് കൊടുത്താൽ മതിയാകും. ഇത് ഞാനിപ്പോൾ ഒന്ന് അടച്ചു വെച്ച് കൊടുത്തിട്ടുണ്ട്. 1 മണിക്കൂറിന് ശേഷമാണ് ഞാനിത് വറുക്കാനായി തുടങ്ങുന്നത്. ഈ ഒരു ഈർപ്പമെല്ലാം ഒന്ന് അബ്സോർബ് ചെയ്ത് വരുമ്പോഴേക്കും വീണ്ടും ഇത് കുറച്ചുകൂടെ ഒന്ന് കട്ടിയായിട്ട് തോന്നും. വീണ്ടും ഇത് നമ്മൾ നല്ലതുപോലെ തന്നെ കൈ ഉപയോഗിച്ച് നേരത്തെ ചെയ്തതുപോലെ ഒന്നുകൂടെ ഇളക്കി യോജിപ്പിച്ച് ഈ കട്ടകളൊക്കെ പരമാവധി ഒഴിവാക്കി എടുക്കുക. എത്രയൊക്കെ നമ്മൾ അങ്ങനെ ഉടച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിൽ ചെറിയ ചെറിയ കട്ടകളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ കട്ടകളൊന്നും ഇല്ലാതെ നല്ല ഫൈനായിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ലാസ്റ്റ് ഇത് ഒന്ന് മിക്സിയിൽ അടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഫുള്ളായിട്ട് കാണുക. ഇപ്പോൾ ഞാൻ സ്റ്റൗ ഓണാക്കിയിട്ടുണ്ട്. അപ്പോൾ ആദ്യമൊക്കെ ഇളക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഈ ഈർപ്പമൊക്കെ ഒന്ന് വറ്റി വരുമ്പോഴേക്കും ഇത് കുറച്ചും കൂടെ ഫ്രീ ആയിട്ട് നമുക്ക് ഇളക്കിയെടുക്കാൻ പറ്റും. ഇതിലേക്ക് ഞാൻ 1-2 ഇൻഗ്രീഡിയൻസ് കൂടെ ചേർക്കുന്നുണ്ട്. അതിപ്പോഴല്ല, കുറച്ചുകൂടെ ഒന്ന് വെള്ളമൊക്കെ വറ്റി ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും ഇതിൽ 1-2 ഇൻഗ്രീഡിയൻസ് കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അതുകൂടെ ഇതിന് ചേർത്ത് കൊടുക്കാം. എല്ലായിടത്തും ഒന്നും ഇങ്ങനെ ചേർക്കുന്ന പതിവുണ്ടെന്ന് തോന്നുന്നില്ല. കറിവേപ്പില തന്നെ പലയിടങ്ങളിലും ചേർക്കാറില്ല. ഞാൻ എന്തായാലും ഈ സമയത്ത് കുറച്ചുകൂടെ കറിവേപ്പില ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ കറിവേപ്പില കുറവാണെന്ന് തോന്നിയതുകൊണ്ട് കുറച്ചുകൂടെ കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് ഈർപ്പമൊക്കെ ഒന്ന് കുറഞ്ഞ് വന്നതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ സ്പീഡിൽ നമുക്ക് ഇളക്കാൻ പറ്റുന്നുണ്ട്. ഇതിപ്പോൾ ചെറുതായിട്ടൊന്ന് മൂത്ത് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈർപ്പമൊക്കെ അത്യാവശ്യം ഒന്ന് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് കാഷ്യൂനട്ടാണ്. ഇതുകൂടെ ഈ സമയത്ത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഈ ഒരു അവലേസ് പൊടി തയ്യാറാക്കുന്ന സമയത്ത് കുറച്ച് ഹെൽത്തി ആയിരിക്കണം എന്നുള്ള ഒരു കൺസെപ്റ്റ് ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ നട്ട്സൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇങ്ങനെ ചേർക്കാം, ഇല്ലെന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന കുറച്ച് ഏലക്കയാണ്. ഇതുകൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുമ്പോൾ ഫൈനൽ സ്റ്റേജ് ആകുമ്പോഴേക്കും എല്ലാം ഏകദേശം ഒന്ന് ക്രിസ്പി ആയി തന്നെ കിട്ടും. വെറുതെ നമ്മൾ അരിപ്പൊടി മാത്രം വെച്ച് തയ്യാറാക്കുമ്പോൾ ഇത്രയും ഒരു ടേസ്റ്റും കിട്ടില്ല, അതുപോലെ തന്നെ ഹെൽത്തിയുമായിരിക്കില്ല. ചെറിയ ഉള്ളി ചേർത്ത് ഞാൻ തയ്യാറാക്കാറുണ്ട്. അപ്പോൾ ഇതിന് ഞാൻ ചേർക്കുന്നില്ല. അങ്ങനെ ചേർത്ത് തയ്യാറാക്കുമ്പോൾ വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റിയിൽ മാത്രം ഉള്ളപ്പോൾ അങ്ങനെ തയ്യാറാക്കുന്നതാവും നല്ലത്. ചെറിയ ഉള്ളിയുടെ ഒരു ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ അതുകൂടെ ചേർത്ത് തയ്യാറാക്കാം. ഇപ്പോൾ ഇത് ഏകദേശം ഒന്ന് ഗോൾഡൻ കളറൊക്കെ ആയി വന്നിട്ടുണ്ട്.
അപ്പോൾ ഈ ഒരു സ്റ്റേജിലെത്തുമ്പോൾ ഞാനിതിലേക്ക് ഒരു 2 ടീസ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്കിത് ആവശ്യമില്ലെങ്കിൽ ഒഴിവാക്കാം. ഈ ഒരു അവലേസ് പൊടിയുടെ ടെക്സ്ചർ ഒരുപോലെ തന്നെ കിട്ടുന്നതിന് വേണ്ടി ഞാനിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് ഏറ്റവും ലോ സ്പീഡിലിട്ട് ഒന്ന് കറക്കിയെടുക്കുന്നുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ ഈ ചെറിയ കട്ടകളൊക്കെ അതുപോലെ തന്നെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ മതിയെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അതല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് കറക്കിയെടുത്താൽ മതിയാകും. ഇതാകുമ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ള ആ നട്ട്സും ഏലക്കയും എല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് പൊടിഞ്ഞ് കിട്ടും. അപ്പോൾ ഇത്രയുമേ ഉള്ളൂ നമ്മുടെ ഈ ഒരു സിമ്പിൾ റെസിപ്പി. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചേർത്ത് തയ്യാറാക്കുകയാണെങ്കിൽ ഇത് വളരെ ഹെൽത്തിയുമാണ്, ടേസ്റ്റുമാണ്, കുറച്ചധികം നാൾ നമുക്ക് കീപ്പ് ചെയ്യാനും പറ്റും. ഞാൻ എന്തായാലും ഇപ്പോൾ ഇത് കുറച്ച് പഴം കൂട്ടിയാണ് കഴിക്കുന്നത്. അത്യാവശ്യം ഒരു ബ്രേക്ക്ഫാസ്റ്റായിട്ടൊക്കെ വേണമെങ്കിൽ നമുക്കിത് കഴിക്കാവുന്നതാണ്. ഒരു പഴം കൂടി ഉണ്ടെങ്കിൽ നല്ലൊരു കോമ്പിനേഷനാണിത്. അപ്പോൾ തീർച്ചയായും എനിക്ക് ഈ റെസിപ്പി ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. മറ്റൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു.